ഖലീലുല്ലാഹി സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. ആരാണ് ഇബ്രാഹിം? ആരാണ് ഇബ്രാഹിം അലൈഹിസ്സലാം? ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ബുദ്ധി ഉറക്കുന്ന പ്രായത്തിൽ തന്നെ അവൻ ചോദിക്കുന്ന ചോദ്യമാണ് അത്ഭുതത്തോടുകൂടി, ആരാണ് ഇബ്രാഹിം? കാരണം ആദ്യമായി അവൻ അവന്റെ മാതാവിന്റെ നമസ്കാരപ്പായയിൽ നിന്നും നമസ്കാരം പഠിക്കുമ്പോൾ ദിനവും 20 തവണ, ഓരോ വഖത്തിലും 4 തവണ ഇബ്രാഹിമിന്റെ പേരവൻ കേൾക്കുകയാണ്. കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. ദിനവും 20 തവണ നമസ്കാരം പഠിക്കുന്ന ഒരു മുസ്ലിം അവന്റെ ബാല്യത്തിൽ തന്നെ കേൾക്കുന്ന പേരാണ് ഇബ്രാഹിം. അവൻ അല്പം കൂടി വളർന്നു. അവന്റെ പിതാവിൽ നിന്നും ഇസ്ലാമിന്റെ സംസ്കാരം പഠിക്കുമ്പോൾ ആ പിതാവ് അവന് പഠിപ്പിച്ചു കൊടുക്കും, മകനെ, നമ്മുടെ നബി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, നീ പ്രഭാതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇപ്രകാരം പറയണം. നീ പ്രഭാതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇപ്രകാരം പറയണം, അസ്ബഹ്നാ അലാ ഫിത്രത്തിൽ ഇസ്ലാം വഅലാ കലിമത്തിൽ ഇഖ്ലാസ് വഅലാ ദീനി നബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ മില്ലത്തി അബീനാ ഇബ്രാഹീമ ഹനീഫൻ മുസ്ലിമാ വമാ കാന മിനൽ മുശ്രിക്കീൻ. നീ പ്രഭാതത്തിൽ പ്രവേശിക്കുമ്പോൾ പറയണം, ഞാൻ ഇസ്ലാമിന്റെ സംസ്കൃതിയിൽ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു, കലിമത്തു തൗഹീദിനെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു, മുഹമ്മദ് നബി വരച്ചു കാണിച്ച ശരീഅത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. മുസ്ലിമും ഋജുമാനസനും ബഹുദൈവ ആരാധകരിൽ പെടാത്തവനുമായ ഞങ്ങളുടെ പിതാവ് ഇബ്രാഹിമിന്റെ മില്ലത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഞാനിതാ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്ന് ഓരോ മുസ്ലിമും പ്രഭാതത്തിൽ 4000 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന ഒരു മഹാമനുഷ്യനെ 4000 കൊല്ലങ്ങൾക്ക് ശേഷം പ്രഭാതത്തിലും പ്രദോഷത്തിലും ഒരു മുസ്ലിം അനുസ്മരിക്കുന്നുണ്ടെങ്കിൽ അവന്റെ ബാല്യത്തിൽ തന്നെ അവൻ ചോദിക്കും, ആരാണ് ഇബ്രാഹിം? പിന്നെയും അവൻ വളർന്നു, മതപാഠശാലയിലേക്കെത്തി. മതപാഠശാലയിൽ ഉസ്താദ് വിശുദ്ധ ഖുർആനിന്റെ ആശയം പഠിപ്പിക്കുമ്പോ ആ ബാലനെ സംബന്ധിച്ചിടത്തോളം, ആ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഇബ്രാഹിം അത്ഭുതമാവുകയാണ്. കാരണം നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമുൽ അംബിയാ വൽ മുർസലീനാൻ, മുഴുവൻ പ്രവാചകന്മാരുടെയും മുന്നിൽ നിൽക്കുന്ന ഇമാമാണ്. ആ ഇമാമിനെ നോക്കിക്കൊണ്ട് അല്ലാഹു പറയുകയാണ്, അനിത്തബിഅ മില്ലത ഇബ്രാഹിം ഹനീഫ. ഓ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ ഇമാമാണ് പ്രവാചകന്മാർക്ക്, പക്ഷേ താങ്കളുടെ പിന്നിൽ നിൽക്കുന്ന ഇബ്രാഹിം ഉണ്ടല്ലോ, ആ ഇബ്രാഹിമിന്റെ മില്ലത്തിനെ പിൻപറ്റി വേണം താങ്കൾ ജീവിക്കാനെന്ന് ഇമാമുൽ അംബിയായിനോട് അല്ലാഹു കൽപ്പിക്കുമ്പോ വീണ്ടും മുസ്ലിം അത്ഭുതത്തോടുകൂടി ചോദിക്കും, ആരാണ് ഇബ്രാഹിം? എന്താണ് മില്ലത്ത് ഇബ്രാഹിം? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം? വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി ഇബ്രാഹിമിനെ നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൂറത്തുൻ നഹ്ലിന്റെ 120-ാമത്തെ വചനത്തിൽ ഇബ്രാഹിം ആരാണ്, ഇബ്രാഹിമി മില്ലത്ത് എന്താണ്, അതിനെ അനുധാവനം ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതിനെ അനുധാവനം ചെയ്താൽ ഇസ്ലാമിക സമൂഹത്തിന് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്, അല്ലാഹു വളരെ വ്യക്തമായി പറയുന്നു. അല്ലാഹു പറയുകയാണ്, ഇന്ന ഇബ്രാഹിം, ഓ ഇബ്രാഹിമിനെ പഠിക്കാൻ വന്നിരിക്കുന്നവരെ, ഇബ്രാഹിം ആരെന്ന് ചോദിക്കുന്നവരെ അറിഞ്ഞുകൊള്ളണം. ഇന്ന ഇബ്രാഹിം, നിശ്ചയമായും ഇബ്രാഹിം കാന ഉമ്മതൻ, ഇബ്രാഹിം ഒരു വ്യക്തിയല്ല, ഇബ്രാഹിം ഒരു സമുദായമായിരുന്നു.
ഖുർആൻ പറയുകയാണ് ഇബ്രാഹിമിനെ പറ്റി. ഇബ്രാഹിം ഒരു വ്യക്തിയല്ല, ഇബ്രാഹിം ഒരു സമുദായമായിരുന്നു. എന്തുകൊണ്ട് ഒരു വ്യക്തിയെ അള്ളാഹു സമുദായം എന്ന് പറഞ്ഞു? ഇബ്രാഹിമിനെ അള്ളാഹു ഉമ്മത്ത് എന്ന് വിളിക്കാനുള്ള കാരണം എന്താണ്? ഇതാണ് നാം പഠിക്കേണ്ടത്. അതിലെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. 5 കാരണങ്ങൾ കൊണ്ടാണ് അള്ളാഹു ഇബ്രാഹിമിനെ സമുദായം, ഉമ്മത്ത് എന്ന് വിളിച്ചത്. അത് നാം പഠിച്ചാൽ ഇബ്രാഹിം മില്ലത്ത് നമുക്ക് മനസ്സിലാകും. ഇബ്രാഹിം ആരെന്ന് നമുക്കറിയാൻ സാധിക്കും. എന്തുകൊണ്ട് അള്ളാഹു ഇബ്രാഹിം എന്ന വ്യക്തിയെ ഉമ്മത്ത് എന്ന് വിളിച്ചു? ഒന്നാമത്തെ കാരണം തഅദീമൻ ലിമജാലി ദഅവതിഹി. മഹാനായ ഇബ്രാഹിമിന്റെ പ്രവർത്തന മണ്ഡലത്തിന്റെ പ്രവിശാലത അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. മഹാനായ ഇബ്രാഹിം പ്രവർത്തിച്ച മണ്ഡലം, പ്രവർത്തിച്ച മേഖല അതിവിശാലമായിരുന്നു. മറ്റൊരു പ്രവാചകരും ഇങ്ങനെ ഒരു മേഖലയിൽ പ്രവർത്തിച്ചിട്ടില്ല. മഹാനായ ഇബ്രാഹിം ഒരേ സമയം ഒരു വ്യക്തിയായി നിലകൊണ്ട് ലോകത്തിന്റെ 4 നാഗരികതകളെ അഭിസംബോധന ചെയ്ത പ്രവാചകരാണ് മഹാനായ ഇബ്രാഹിം. പിറന്നു വീഴുന്നത് ബാബിലോണിയൻ സംസ്കാരത്തിലാണ്. ബാബിലോണിയൻ സംസ്കാരത്തിലെ ഇറാഖ് പ്രവിശ്യയുടെ ഊർ പട്ടണത്തിലാണ് മഹാനായ ഇബ്രാഹിം ജനിക്കുന്നത്. ബഹുദൈവ ആരാധന അടക്കമുള്ള അരാജകത്വങ്ങൾ അരങ്ങുവാണിരുന്ന നാട്ടിൽ മഹാനായ ഇബ്രാഹിം ചാട്ടുളി പോലുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചു. ബഹുദൈവ ആരാധകർക്ക് മുന്നിൽ സ്വന്തം പിതാവിനാൽ ബഹിഷ്കരിക്കപ്പെട്ട് 13-ാം വയസ്സിൽ ആദ്യത്തെ പാലായനം, വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നു മഹാനായ ഇബ്രാഹിമിന്. 13-ാം വയസ്സിൽ 2-ാം നാഗരികതയിലേക്ക്, മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിലേക്ക്, യൂഫ്രട്ടീസിന്റെയും ടൈഗ്രീസിന്റെയും ഇടയിലുള്ള പ്രവിശാലമായ മെസപ്പൊട്ടോമിയൻ സംസ്കാരം, ഇന്നത്തെ തുർക്കിയും ഇന്നത്തെ ഇറാഖും ഇന്നത്തെ ഇറാനും ഒക്കെ അടങ്ങുന്ന പ്രവിശാലമായ മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തെയും അതിന്റെ ഏകാധിപതിയായ നമ്രൂദ് എന്ന ഭരണാധികാരിയെയും മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം 2ാമതായി സംബോധന ചെയ്യുകയാണ്. അവിടെ നിന്ന് 33-ാമത്തെ വയസ്സിൽ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ഇലൽ അർദിൽ മുഖദ്ദസത്തിൽ ലതീ ബാറക്നാ ഫീഹാ, ഫലസ്തീനിന്റെ മണ്ണിലേക്ക് പുതിയൊരു നാഗരികതയെ നട്ടുവളർത്താൻ മഹാനായ ഇബ്രാഹിം ഫലസ്തീനിലേക്ക് ചേക്കേറുകയാണ്. 6 പതിറ്റാണ്ടുകൾ ഫലസ്തീനിന്റെ മണ്ണിൽ ഏകദൈവ വിശ്വാസത്തിന്റെ പ്രചാരണവുമായി നിലകൊള്ളുന്നു. 93-ാമത്തെ വയസ്സിൽ അള്ളാഹു കനിഞ്ഞരുളിയ പൊന്നുമകൻ ഇസ്മായിലിനെയും മാതാവ് ഹാജറിനെയും കൈക്ക് പിടിച്ചുകൊണ്ട് മഹാനായ ഇബ്രാഹിം അറേബ്യയുടെ നാഗരികതയിലേക്ക്, തുടർന്നങ്ങോട്ട് അറേബ്യയും മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രവർത്തന മണ്ഡലമാവുകയാണ്. ഇങ്ങനൊരു പ്രവാചകർ ഭൂമി ലോകത്ത് വന്നിട്ടില്ല. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി ജീവിച്ചത് ഹിജാസിന്റെ മണ്ണിലാണ്. അവിടുത്തെ ജീവിത കാലഘട്ടത്തിൽ പ്രവാചകത്വത്തിന് ശേഷം ചെയ്ത ഏറ്റവും ദീർഘമായ യാത്ര കേവലം 800 കിലോമീറ്ററുകൾ മാത്രമാണ്, തബൂക്കിലേക്ക് മാത്രമാണ്. മഹാനായ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജെറുസലേമിലെ ബത്ലഹേമിൽ ജനിച്ചു. ഫലസ്തീൻ മാത്രമായിരുന്നു മഹാനവറുകളുടെ പ്രവർത്തന മണ്ഡലം. മഹാനായ മൂസ പ്രവാചകർ മിസ്റിലേക്ക്, ഈജിപ്തിലേക്ക് മാത്രം നിയോഗിക്കപ്പെട്ടവരാണ്. ഫലസ്തീനിലേക്ക് മടങ്ങി വരുമ്പോ ഫലസ്തീനിൽ പ്രവേശിക്കുന്നതിന് മുന്നേ അല്ലാഹു മൂസ അലൈഹിസ്സലാമിനെ തിരിച്ചു വിളിച്ചു. എന്നാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആകട്ടെ ഒരേ സമയം ഒരൊറ്റ വ്യക്തിയായി നിലകൊണ്ട് മഹാനവറുകൾ ഒരു സമുദായം ചെയ്യുന്നതിനേക്കാൾ വലിയ പ്രവർത്തനം, ഒരു സമുദായം എത്തിച്ചേരുന്ന പ്രവിശ്യയേക്കാൾ വലിയ പ്രവിശ്യയിൽ മഹാനവറുകൾ ദീനീ പ്രബോധനങ്ങളും നവോത്ഥാന പ്രവർത്തനങ്ങളും നടത്തിയതിന്റെ പേരിലാണ് അല്ലാഹു പറഞ്ഞത് ഇബ്രാഹിം ഒരു വ്യക്തിയല്ല കേട്ടോ, പ്രവിശാലമായ പ്രബോധന മണ്ഡലമുള്ള ഒരു സമുദായത്തിന് തുല്യനാണ് മഹാനായ ഇബ്രാഹിം എന്ന് മഹാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹസ്രത്ത് ഇബ്രാഹിമിനെ പുകഴ്ത്തുകയാണ്. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മതൻ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഓളത്തെ നിലയിൽ നിസ്കരിക്കാൻ സൗകര്യം ഏർപ്പെടുത്തിയെന്ന് പറയാൻ ഇബ്രാഹിം
ഇബ്രാഹിമിനെ അള്ളാഹു പറഞ്ഞത് അദ്ദേഹം സമുദായമാണെന്നാണ്. രണ്ടാമത്തെ കാരണം എന്താണ്? എന്തുകൊണ്ട് ഇബ്രാഹിമിനെ അള്ളാഹു സമുദായം എന്ന് പറഞ്ഞു? രണ്ടാമത്തെ കാരണം തക്രീമൻ ലിവഹ്ദതിഹി വൻഫിറാദിഹി ഫിദ്ദഅവ. മഹാനായ ഇബ്രാഹിം തന്റെ പ്രവർത്തന മണ്ഡലത്തിൽ ഏകനായി പ്രവർത്തിച്ച പ്രവാചകരാണ്. ഏകനായി ഒറ്റയാൻ പോരാട്ടമായിരുന്നു മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെത്. നമുക്കറിയാം മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളോടൊപ്പം അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും അടങ്ങുന്ന സഹാബത്തുൽ കിറാം ഉണ്ടായിരുന്നു. ഈസാ പ്രവാചകരോടൊപ്പം ഹവാരിയൂൻ എന്നറിയപ്പെടുന്ന അപ്പോസ്തലന്മാരുണ്ടായിരുന്നു. മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോടൊപ്പം അരയും തലയും മുറുക്കി കൂടെ നിൽക്കുന്ന കൂടപ്പിറപ്പ് ഹാറൂനെങ്കിലും ഉണ്ടായിരുന്നു. എന്നാൽ ഇബ്രാഹിം ഏകനായി ബാബിലോണിയയിൽ, ഏകനായി മെസപ്പൊട്ടോമിയയിൽ, ഏകനായി ഫലസ്തീനിൽ, ഏകനായി അറേബ്യയുടെ മണ്ണിൽ പ്രബോധന പ്രവർത്തനങ്ങൾ, നവോത്ഥാന പ്രവർത്തനങ്ങൾ നടത്തിയ പ്രവാചകരാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. മൂന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളെ ഉമ്മത്ത് എന്ന് സംബോധന ചെയ്യാനുള്ള മൂന്നാമത്തെ കാരണം എന്താണ്? ഉമ്മത്ത് എന്നുള്ള വിശേഷണം മഹാനായ ഇബ്രാഹിമിന് ലഭിക്കാനുള്ള മൂന്നാമത്തെ കാരണം തബഈനൻ ലിഅളമത്തിൽ മുഖാലിഫീന ഫിദ്ദീൻ. മഹാനായ ഇബ്രാഹിമിന് നേരിടേണ്ടി വന്ന പ്രതിയോഗികളുടെ വലിപ്പമാണ് അള്ളാഹു അറിയിക്കുന്നത്. 3 ആധിപത്യങ്ങളെയാണ് ഒറ്റയ്ക്ക് നേരിട്ടത് മഹാനായ ഇബ്രാഹിം. 3 ആധിപത്യങ്ങൾ. ഒന്ന്, ശിർക്കിൽ അധിഷ്ഠിതമായ സാമൂഹിക ആധിപത്യം. ശിർക്കിൽ കുളിച്ചു കിടന്ന ഒരു സമൂഹമായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെത്. ആ സമൂഹത്തിന്റെ ആധിപത്യം ഇബ്രാഹിമിന്റെ മേലുണ്ടായി. തുടക്കം സ്വന്തം വീട്ടിൽ നിന്നാൻ. വിഗ്രഹങ്ങളെ വിൽക്കുന്ന പിതാവാണ് ആദ്യമായി ഇബ്രാഹിമിനെ എതിരിട്ടത്. ആ ഇബ്രാഹിമിനോട് യുക്തിഭദ്രമായ ചോദ്യങ്ങൾ ഉന്നയിച്ചു. 7 വയസ്സുകാരനായ ഇബ്രാഹിം, യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. ഒന്നും കാണാത്ത, ഒന്നും കേൾക്കാത്ത, അങ്ങേക്ക് യാതൊരു ഉപകാരവും ചെയ്യാത്ത ഈ കരിങ്കല്ലുകളെ ആരാധിക്കുന്നതിന്റെ യുക്തി എന്താണ് പിതാവേ? മഹാനായ ഇബ്രാഹിം തന്റെ പിതാവിനോട് ചോദ്യം ഉന്നയിച്ചു. വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന ഒരു സായാഹ്ന വേളയിൽ ആകാശത്ത് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങി നിൽക്കുമ്പോ വിളിച്ചു പറഞ്ഞു, എന്റെ റബ്ബാണിത്, എന്റെ റബ്ബാണിത്. സമൂഹം ഒരുമിച്ച് കൂടി. ഇബ്രാഹിം തങ്ങളുടെ മതത്തിലേക്ക്, നക്ഷത്രങ്ങളെ ആരാധിക്കുന്നതിലേക്ക് ഇബ്രാഹിം ഇതാ തിരികെ വന്നിരിക്കുന്നു എന്ന് സമൂഹം വിചാരിച്ചു. എന്നാൽ ആ നക്ഷത്രങ്ങൾ അസ്തമിച്ചപ്പോൾ സൂറത്തുൽ അൻആം പഠിക്കണം. സമൂഹത്തോട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സംവദിച്ച സംവാദങ്ങൾ വിശുദ്ധ ഖുർആൻ നമുക്ക് വിവരിച്ചു നൽകുന്നുണ്ട്. മഹാനായ ഇബ്രാഹിം പറഞ്ഞു, അസ്തമിക്കുന്നതോ തേഞ്ഞു പോകുന്നതോ മാഞ്ഞു പോകുന്നതോ ഇല്ല, ഇല്ല, എന്റെ റബ്ബാകാൻ യോഗ്യതയില്ല. ചന്ദ്രനെ നോക്കിയും പറഞ്ഞു, സൂര്യനെ നോക്കിയും പറഞ്ഞു, ഇതൊന്നും എന്റെ റബ്ബാവുകയില്ല. ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദി ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ. എന്റെ റബ്ബാരാണെന്നറിയുമോ? ആകാശഭൂമികളെ യാതൊരു മുൻമാതൃകയും ഇല്ലാതെ, യാതൊരു സഹായിയും ഇല്ലാതെ ഏകനായി സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്ന സൃഷ്ടിസ്ഥിതി സംഹാരത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹുവാണ് എന്റെ റബ്ബ്. ഞാൻ ആ റബ്ബിലേക്ക് മാത്രം മുഖം തിരിക്കുന്നവനാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സമൂഹത്തോട് സംവദിച്ചു. സമൂഹത്തിന്റെ ശിർക്കൻ ആധിപത്യത്തിനെതിരിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ശബ്ദമുയർത്തുകയുണ്ടായി. പിടിച്ചുകെട്ടി, സമൂഹം പിടിച്ചുകെട്ടി. രണ്ടാമത്തെ ആധിപത്യം പൗരോഹിത്യത്തിന്റെ ആധിപത്യമായിരുന്നു. പൗരോഹിത്യ ആധിപത്യത്തിന്റെ മുന്നിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ടുവരപ്പെട്ടു. പൗരോഹിത്യം മഹാനവറുകൾക്ക് വിധി കൽപ്പിച്ചു. മഹാനവറുകളുടെ വിഷയത്തിൽ വിധിച്ചു, ഓ ഇബ്രാഹിം, നീ പോകണം. ഇവിടെ അടുത്ത് നടക്കുന്ന ശ്രീകോവിലിൽ നടക്കുന്ന ഉത്സവത്തിൽ നീ പങ്കെടുക്കണം. സന്നിധാനത്തേക്ക് നീ തീർത്ഥയാത്ര നടത്തണം. മഹാനായ ഇബ്രാഹിം വിട്ടുനിന്നു. ഇബ്രാഹിം പോകാൻ തയ്യാറായില്ല. ആ പൗരോഹിത്യ സമൂഹം ഉത്സവം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ കയ്യിലുണ്ടായിരുന്ന കോടാലി കൊണ്ട് ആ മുഴുവൻ വിഗ്രഹങ്ങളെയും തച്ചുടയ്ക്കുകയും ആ കോടാലി കൂട്ടത്തിൽ വലിയൊരു വിഗ്രഹത്തിന്റെ കഴുത്തിൽ തൂക്കിയിട്ടിരിക്കുകയാണ്.
പൗരോഹിത്യം കടന്നു വന്നു. മഹാനായ ഇബ്രാഹിമിനെ ചോദ്യം ചെയ്തു. സമിഅനാ ഫതൻ യദ്കുറുഹും യുഖാലു ലഹു ഇബ്രാഹിം. അവർ പറഞ്ഞു, ഇബ്രാഹിം എന്ന് പേരുള്ള ഒരു ചെറുപ്പക്കാരൻ. ഖുർആൻ ഇതെടുത്തു പറയുകയാണ്. പ്രിയപ്പെട്ട സമൂഹമേ, പന്തളത്ത് ഈദ്ഗാഹിൽ എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട യുവ സമൂഹമേ, ഖുർആൻ നമ്മെ തൊട്ടുണർത്തുകയാണ്. പ്രത്യേകം എടുത്തു പറഞ്ഞു, സമിഅനാ ഫതൻ, ഒരു യുവാവിനെ ഞങ്ങൾ എപ്പോഴും കേൾക്കാറുണ്ട്. അയാൾ ഈ വിഗ്രഹങ്ങൾക്കെതിരെ, ഈ അരാജകത്വങ്ങൾക്കെതിരെ, ഈ അബദ്ധങ്ങൾക്കെതിരെ അദ്ദേഹം ശബ്ദിക്കാറുണ്ട്. അതുകൊണ്ട് അവനെ പിടിക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പിടിച്ചു. ഇബ്രാഹിമിനെ വിചാരണ ചെയ്തു. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പൗരോഹിത്യ ആധിപത്യത്തിന് മുന്നിൽ മഹാനവറുകൾ പറഞ്ഞു, ബൽ ഫഅലഹു കബീറുഹും ഹാദാ ഫസ്അലൂഹും ഇൻ കാനൂ യന്തിഖൂൻ. പൗരോഹിത്യത്തിന്റെ മസ്തിഷ്കത്തിലേക്ക് ശക്തമായ പ്രഹരം നൽകുകയായിരുന്നു മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം പറഞ്ഞു, ദേ നിൽക്കുന്ന കണ്ടില്ലേ വലിയ വിഗ്രഹം, വലിയവൻ, അവന്റെ കഴുത്തിൽ കോടാലിയുമുണ്ട്. ചോദിക്കങ്ങോട്ട്, നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങളും പ്രാർത്ഥനകളും സമർപ്പിക്കുന്നത് ഈ വിഗ്രഹത്തിന്റെ മുന്നിലല്ലേ? അവനോട് ചോദിക്ക്, ആരാണ് ഈ പാതകം ചെയ്തതെന്ന്. ഖുർആൻ പറയുകയാണ്, നാവ് അണ്ണാക്കിലേക്ക് ഇറങ്ങിപ്പോയി. പൗരോഹിത്യത്തിന്റെ തലകുമ്പിട്ട് നിന്നു ഇബ്രാഹിമിന്റെ മുന്നിൽ. വിധിച്ചു പൗരോഹിത്യം, ഹർരിഖൂഹു, ഇവനെ കരിച്ചു കളയണം, ഇവനെ കരിച്ചു കളയണം, ഇവൻ ഈ നാടിന്റെ ആപത്താണ്. കരിച്ചു കളയാനുള്ള ദൗത്യം ഭരണകൂടത്തെ ഏൽപ്പിച്ചു പൗരോഹിത്യം. ഇന്നും ഈ കഥകൾ കേൾക്കുമ്പോൾ ബഹുമാനമുള്ളവരെ, 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്നൊരു കഥയായി ഇതിനെ മനസ്സിലാക്കരുത്. ആധുനിക ഇന്ത്യയോട് നാം ഇതിനെ തുലനം ചെയ്ത് നാം ചിന്തിക്കണം, പഠിക്കണം. പൗരോഹിത്യം ഏൽപ്പിച്ചു, ഭരണകൂടത്തോട് ഏൽപ്പിച്ചു, ഇവനെ നശിപ്പിച്ചു കളയണം, ഹർരിഖൂഹു, ഇവനെ കരിച്ചു കളയണം. അങ്ങനെ മൂന്നാമത്തെ ആധിപത്യത്തിന്റെ മുന്നിലേക്ക് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിലങ്ങുവെച്ച് കൊണ്ടുവരികയാണ്. നമ്രൂദ് എന്ന് പറയുന്ന ഭരണകൂട ആധിപത്യം. ആദ്യം സാമൂഹിക ആധിപത്യം, പിന്നീട് പൗരോഹിത്യാധിപത്യം, പിന്നീട് ഭരണകൂട ആധിപത്യത്തിന്റെ മുന്നിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നിൽക്കുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ നമുക്ക് ഇത് വിവരിച്ചു തരുന്നുണ്ട്. മഹാനായ ഇബ്രാഹിം നമ്രൂദ് എന്ന് പറയുന്ന ലോകമടക്കി ഭരിച്ച ഭരണാധികാരിയോട് ഇബ്രാഹിമിന്റെ ശക്തമായ സംവാദം അല്ലാഹു ഖുർആനിൽ നമുക്ക് അറിയിച്ചു തരികയാണ്. അലം തറ ഇലല്ലദി ഹാജ്ജ ഇബ്രാഹിമ ഫീ റബ്ബിഹി അൻ ആതാഹു അല്ലാഹുൽ മുൽക്. അല്ലാഹ് പറയുകയാണ്, അല്ലാഹ് കൊടുത്ത അധികാരം കൊണ്ട് കണ്ണുമഞ്ഞളിച്ചു പോയ നമ്രൂദ് മഹാനായ ഇബ്രാഹിമിനോട് പറയുന്ന വാക്കുകൾ നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങൾ പഠിക്കുന്നില്ലേ? അല്ലാഹു ചോദിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു നമ്രൂദിനോട് പറഞ്ഞു, റബ്ബിയല്ലദീ യുഹീ വയുമീത്. എന്റെ റബ്ബ് ആരാണെന്നറിയുമോ? അവനാണ് ജീവിപ്പിക്കുന്നവൻ, അവനാണ് മരിപ്പിക്കുന്നവൻ. ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും എന്റെ റബ്ബാൻ. നമ്രൂദ് ഇതിനെ നേരിട്ടത് എങ്ങനെയാണെന്നറിയുമോ? വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 2 പേരെ കൊണ്ടുവന്നു. എന്നിട്ട് ഒരാളെ വെറുതെ വിട്ടയച്ചു, മറ്റവനെ കൊന്നുകളഞ്ഞു. പറഞ്ഞു, ഞാനും ജീവിപ്പിച്ചിരിക്കുന്നു, ഞാനും മരിപ്പിച്ചിരിക്കുന്നു. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം യുക്തിഭദ്രമായ രീതിയിൽ, വായടപ്പിക്കുന്ന രീതിയിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നമ്രൂദിനോട് പറഞ്ഞു, എന്റെ റബ്ബ് കിഴക്കു നിന്ന് സൂര്യനെ ഉദിപ്പിക്കുന്നവനാണ്. നിനക്ക് സാധിക്കുമെങ്കിൽ പടിഞ്ഞാറ് നിന്ന് കൊണ്ടുവാടാ നമ്രൂദേ എന്ന് പറഞ്ഞു മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഖുർആൻ പറയുകയാണ്, ഫബുഹിതല്ലദീ കഫർ, അന്ധാളിച്ചു പോയി, തലകുനിച്ചു പോയി നമ്രൂദ്. വിശുദ്ധ ഖുർആൻ നമുക്ക് ഏകാധിപതികളുടെ സ്വഭാവം അറിയിച്ചു തരികയാണ്. ഏകാധിപതികൾ അവർക്ക് അധികാരത്തിന്റെ രസം തലയ്ക്ക് പിടിക്കുമ്പോ അവർ ലോകത്തോട് പറയുന്നൊരു കാര്യമാണ്, ഞാൻ ദൈവമാണ്. നാം കേട്ടു വാരാണസിയിൽ നിന്നും ഈ അടുത്ത കാലത്ത് നാം കേട്ടു, എന്റെ ജന്മം എന്ന് പറയുന്നത് ഒരു ബയോളജിക്കൽ ബർത്ത് അല്ല. എന്റെ ജന്മം ബയോളജിക്കൽ ബർത്ത് അല്ല, ഞാൻ അവതാരമാണ്, ഞാൻ ദൈവത്തിന്റെ അവതാരമാണ്. ഏകാധിപതികൾ എല്ലാ കാലവും പറഞ്ഞിരുന്ന വാക്കാൻ അതിനെതിരിൽ ശക്തമായി സംവദിക്കുന്ന ഇബ്രാഹിമുകളാണ് ഉണ്ടാകേണ്ടത്. അങ്ങനത്തെ ഇബ്രാഹിമുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഏകാധിപതികൾ അന്താളിച്ച് തരം താഴ്ന്നു പോകുമെന്ന് വിശുദ്ധ ഖുർആൻ അറിയിച്ചു തരികയാണ്. ബഹുമാനമുള്ളവരെ, ഇങ്ങനെ ഒരേ സമയത്ത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം
വസ്സലാം വലിയ 3 ആധിപത്യങ്ങളെ ഏകനായി ചേർത്ത് തോൽപ്പിച്ചു. ഒരു സമുദായം ഒന്നടങ്കം ശ്രമിച്ചാൽ പോലും തോൽപ്പിക്കാൻ സാധിക്കാത്ത 3 ആധിപത്യങ്ങളെ ഏകനായി തോൽപ്പിച്ചത് കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അദ്ദേഹത്തെ സമുദായം എന്ന് വിളിച്ചത്. ഇന്ന ഇബ്രാഹീമ കാന ഉമ്മ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ബഹുമാനമുള്ളവരെ, ഇത് ഇബ്രാഹീമിന്റെ ജീവിതത്തിലെ പൊതുജീവിതമാണ്, സാമൂഹിക ജീവിതമാണ്. ഇബ്രാഹീമി മില്ലത്തിന്റെ സാമൂഹിക ജീവിത സന്ദേശങ്ങളാണ് ഇത് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ പിൻപറ്റുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് ലോകത്തെമ്പാടുമുള്ള അശരണ വിഭാഗം, അധസ്ഥിത വിഭാഗം, യാതൊരു പ്രദേശത്തിന്റെയും വ്യത്യാസമില്ലാതെ ലോകത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അധസ്ഥിത വിഭാഗത്തെ ഒന്നായി കാണുന്നവനാണ് മില്ലത്തെ ഇബ്രാഹീമിന്റെ വക്താവ്. അതങ്ങ് ഫലസ്തീനിലല്ലേ, അതങ്ങ് ഗസയിലല്ലേ, അതങ്ങ് റഫായിലല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജനതയെ മാറ്റി നിർത്താൻ ഒരിക്കലും മില്ലത്തെ ഇബ്രാഹീമിന്റെ വക്താക്കൾക്കാവുകയില്ല. റഫായുടെ തെരുവീതിയിൽ പിച്ചി ചീന്തപ്പെടുന്ന പാവപ്പെട്ട മുസ്ലിമിന്റെ രക്തം കുപ്പിയിലാക്കി പെപ്സി എന്ന പേരിൽ ഇവിടെ നൽകപ്പെടുമ്പോ ആ മാംസം കവറുകളിലാക്കി ലൈസ് എന്നും മറ്റുമുള്ള പേരിൽ ഇവിടെ നൽകപ്പെടുമ്പോ യാതൊരു ഉളുപ്പുമില്ലാതെ അത് വാങ്ങി ഉപയോഗിക്കുമ്പോ അതിനെ ഒരു ബഹിഷ്കരണത്തിന്റെ സമരം കൊണ്ട് മാറ്റി നിർത്താൻ പോലും കഴിയുന്നില്ല എങ്കിൽ ബഹുമാനമുള്ളവരെ, നമുക്കെങ്ങനെയാണ് പ്രവിശാലമായ പ്രബോധന മണ്ഡലം ഉണ്ടായിരുന്ന ഇബ്രാഹീമി മില്ലത്തിൽപ്പെട്ടവനാണ് ഞാനെന്ന് എനിക്കെങ്ങനെ പറയാൻ സാധിക്കും സഹോദരങ്ങളെ? അതുകൊണ്ട് ബഹിഷ്കരണം അത് അനിവാര്യമായ ഒരു സമരമുറയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകുമാറാകട്ടെ. മണിപ്പൂരിൽ ഒരു ജനത ക്രൂരമായ രീതിയിൽ, അവരുടെ മതമേതുമാകട്ടെ ആരുമാകട്ടെ, ക്രൂരമായ രീതിയിൽ ബലാത്സംഗം ചെയ്യപ്പെട്ടു, ക്രൂരമായി വധിക്കപ്പെട്ടു. എന്നാൽ നാം ഇപ്പോൾ കണ്ട കാഴ്ച എന്താണ്? ഫാഷിസം വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ കുറെ ലോഹക്കാര് ഈ സമുദായത്തെ പ്രതിനിധാനം ചെയ്യുന്ന, ഇരകളാക്കപ്പെട്ട സമുദായത്തെ പ്രതിനിധാനം ചെയ്യുന്ന ലോഹക്കാർ കടന്നു വന്നുകൊണ്ട് അവിടെ നടന്നത് കുടുംബ വഴക്കാണ്, ഗോത്രകലഹമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അധസ്ഥിത വിഭാഗത്തെ മാറ്റി നിർത്തിയപ്പോ ഇബ്രാഹീമി മില്ലത്തിനെ പിൻപറ്റുന്ന ഒരു മുസ്ലിമിന് അതാവുകയില്ല. മണിപ്പൂരിലെ വേദനിക്കുന്ന ജനവിഭാഗത്തോടൊപ്പം നിൽക്കുന്നവനാണ് ഇബ്രാഹീമി മില്ലത്തിനെ പിൻപറ്റുന്നവൻ. ഇങ്ങനെ ലോകത്തെവിടെ ആരെല്ലാം ആക്രമിക്കപ്പെടുന്നുണ്ടോ, ആരെല്ലാം അടിച്ചമർത്തപ്പെടുന്നുണ്ടോ, ഈ ഫാഷിസ്റ്റ് ഭരണകൂടം അധികാരത്തിൽ വന്ന് ഒരാഴ്ചക്കുള്ളിൽ ഉത്തർപ്രദേശിൽ 3 പണ്ഡിത മഹത്തുക്കളാണ് ക്രൂരമായി വധിക്കപ്പെട്ടത്. ഇങ്ങനെ ലോകത്തെവിടെയെല്ലാം ആരെല്ലാം ആക്രമിക്കപ്പെടുന്നുണ്ടോ അവർക്കൊക്കെ വേണ്ടിയും നിലകൊള്ളേണ്ടത് ഇബ്രാഹീമി മില്ലത്തിനെ പിൻപറ്റുന്നവരുടെ ബാധ്യതയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉമ്മത്ത് എന്ന് സംബോധന ചെയ്തുകൊണ്ട് നമ്മെ ഇതിലേക്കാണ് സൂചിപ്പിക്കുന്നത്, നമ്മെ ഇതിലേക്കാണ് പ്രേരിപ്പിക്കുന്നത്. ബഹുമാനമുള്ളവരെ, ഇത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പൊതുജീവിതമാണെങ്കിൽ അവിടുത്തെ വ്യക്തി ജീവിതത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കറതീർന്ന മുസ്ലിമായിരുന്നു. ഖുർആൻ പറഞ്ഞത് ഹനീഫൻ മുസ്ലിമ എന്നാണ്. അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ യാതൊന്നിനെയും വകവെക്കാത്ത, തന്റെ വ്യക്തി ജീവിതത്തിന്റെ രാപകലുകളിൽ, രഹസ്യ പരസ്യങ്ങളിൽ പരിപൂർണമായി അള്ളാഹുവിനെ അനുസരിച്ചിരുന്ന മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ അനുസരണയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശോധിക്കുകയാണ്. ഒരു ദുൽഹജ്ജ് 8-ാം രാവിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കിനാവ് കാണുന്നു. തന്റെ പ്രിയപ്പെട്ട മകൻ 93-ാമത്തെ വയസ്സിൽ അള്ളാഹു കനിഞ്ഞരുളിയ പൊന്നുമകൻ, ആ പൊന്നുമകനെ കാണാൻ വേണ്ടി, പൊന്നുമകന് 11 വയസ്സുള്ളപ്പോ മക്കയിലേക്ക് വന്നതാണ് പിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ വീട്ടിൽ കിടന്നുറങ്ങുമ്പോഴാണ് തന്റെ പ്രിയപ്പെട്ടവൾ ഹാജറിനും ഇസ്മായിലിനുമൊപ്പം ആ വീട്ടിൽ കിടന്നുറങ്ങുമ്പോഴാണ് ഒരു സ്വപ്നം കാണുന്നത്. തന്റെ കൈകൾ കൊണ്ട് തന്റെ പൊന്നുമകനെ അറുക്കുന്നു. മഹാനായ ഇബ്രാഹിം പിറ്റേ ദിവസത്തെ പ്രഭാതത്തിൽ ആലോചിച്ചു. അന്നത്തെ രാത്രി വീണ്ടും കാണുകയാണ് അതേ സ്വപ്നം.
അറഫ ദിനത്തിൽ, തിരിച്ചറിവിന്റെ ദിനത്തിൽ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തിരിച്ചറിഞ്ഞു, അള്ളാഹു എന്നോട് ആവശ്യപ്പെടുകയാണ്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്റെ മകനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്റെ അനുസരണ അള്ളാഹുവിന്റെ മുന്നിൽ പ്രകടമാക്കാൻ അള്ളാഹു എന്നോട് ആവശ്യപ്പെടുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിനെ ത്യജിക്കാനാണ് അള്ളാഹു എന്നോട് ആവശ്യപ്പെടുന്നത്. ഈ തിരിച്ചറിവിന്റെ രാത്രി, അറഫ കഴിഞ്ഞുള്ള രാത്രി വീണ്ടും സ്വപ്നം ആവർത്തിക്കുന്നു. അതായത് ഈ കഴിഞ്ഞ രാത്രി ദുൽഹജ്ജ് 10-ാം രാവിൽ മഹാനായ ഇബ്രാഹിം വീണ്ടും ഈ സ്വപ്നം കാണുകയാണ്. പ്രഭാതമായപ്പോൾ ദുഹായുടെ സമയമായി, ഇശ്റാഖിന്റെ സമയമായി. ദുൽഹജ്ജ് 10-ാം ദിനം ഇതേപോലൊരു പ്രഭാതം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട മകനെ സമീപിച്ചു. ഹസ്രത്ത് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, പൊന്നുമോനെ, യാ ബുനൈ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ. മകനെ, എന്നോട് അള്ളാഹു കാണിച്ചു തന്നിരിക്കുകയാണ്, കനവിൽ കാണിച്ചു തന്നിരിക്കുന്നു, നിന്നെ അറുക്കുന്നതായി ഞാൻ കിനാവ് കാണുന്നു മകനെ. മഹാനായ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം, അനുസരണയുടെ പ്രതീകമായ ഇസ്മായിൽ എന്ന 11 വയസ്സുകാരൻ, ഹാജർ എന്ന് പറയുന്ന ത്യാഗത്തിന്റെ പര്യായമായ മഹദിയായ ഹാജറിന്റെ മടിത്തട്ടിൽ വളർന്ന ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പിതാവിനോട് പറഞ്ഞു, പൊന്നുവാപ്പ, സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ ഫഫഅൽ മാ തുഅ്മർ. താങ്കളോട് അല്ലാഹു ഇത് കൽപ്പിച്ചിരിക്കുകയാണ്. പിതാവ് മകനോട് താൻ കനവ് കണ്ട കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. അതിനുശേഷം സംസാരിക്കുന്നത് മുഴുവൻ ഇസ്മായിലാണ്. പിതാവിനോട് പറഞ്ഞു, പിതാവേ, ഇത് കനവല്ല, ഇത് അല്ലാഹുവിന്റെ കൽപ്പനയാണ്, അങ്ങിത് പൂർത്തീകരിക്കണം. ഫഫഅൽ മാ തുഅ്മർ. ഞാൻ ക്ഷമിക്കുന്നത് എങ്ങനെയാണെന്ന് അങ്ങേക്ക് ഞാൻ കാണിച്ചു തരാം. മഹാനായ ഇബ്രാഹിം തന്റെ മകനെ അറുക്കാൻ പിടിക്കുകയാണ്. അല്ലാഹുവിന്റെ കൽപ്പനയാണ്, അറുക്കുക തന്നെ വേണം. അറുക്കാൻ പിടിക്കുമ്പോ ആ മകൻ പറഞ്ഞു, പ്രിയപ്പെട്ട പിതാവേ, അങ്ങയുടെ അസാന്നിധ്യത്തിൽ 11 കൊല്ലക്കാലം എന്നെ ഈ വീട്ടിൽ പൊന്നുപോലെ വളർത്തിയ എന്റെ മാതാവ് ഹാജർ ഈ വീട്ടിലുണ്ട്. ഈ വീട്ടിൽ വെച്ച് അങ്ങനെ അറുക്കരുതേ. അങ്ങനെ ഈ വീട്ടിലിട്ട് അറുത്താൽ എന്റെ മാതാവ് മാതൃസ്നേഹത്താൽ കടന്നു വന്ന് തടസ്സം പിടിക്കുകയും അങ്ങേക്ക് അല്ലാഹുവിന്റെ കൽപ്പന പൂർത്തീകരിക്കാൻ കഴിയാതെ അവസ്ഥ സംഭവിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് നമുക്ക് പുറത്തേക്ക് പോകാം. പിതാവിന്റെ കൈപിടിച്ച് ഇസ്മായിൽ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആ സമയത്ത് പിതാവിന്റെ കൈപിടിച്ചുകൊണ്ട് മകൻ പറയുന്നു, പിതാവേ, ഒരു നിമിഷം. വീടിന്റെ പിന്നിലെ ചായ്പിലേക്ക് പോയി അവിടെ തൂങ്ങിക്കിടന്നിരുന്നൊരു കയറിന്റെ കഷ്ണം എടുത്തുകൊണ്ട് വന്ന് പിതാവിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. ഇബ്രാഹിം ചോദിച്ചു, മകനെ, ഇതെന്തിനാൻ? ഇസ്മായിൽ പറഞ്ഞു, പിതാവേ, എന്നെ അങ്ങ് അറുക്കാൻ പിടിക്കുമ്പോൾ എന്റെ കൈകാലുകൾ അങ്ങ് ശക്തമായി ബന്ധിക്കണം. അല്ലാത്ത പക്ഷം അങ്ങയുടെ കത്തി എന്റെ കഴുത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന വേളയിൽ ഞാൻ കൈകാലിട്ടടിക്കുമ്പോൾ അങ്ങേക്ക് പുത്രവാത്സല്യം മികയ്ക്കുകയും അങ്ങ് അല്ലാഹുവിന്റെ കൽപ്പനയിൽ നിന്ന് പിന്മാറിപ്പോവുകയും ചെയ്തേക്കാം. അത് സംഭവിച്ചുകൂടാ. ലോകത്ത് ആദ്യമായി ഒരു ബലിജന്മത്തെ കെട്ടിയിട്ടറുക്കുന്നത് ഇസ്മായിലിനെയാണ്. മിനായുടെ താഴ്വരയിലേക്കെത്തി, മക്കയുടെ കുടിലിൽ നിന്നിറങ്ങി മിനായുടെ താഴ്വരയിലേക്കെത്തി. മഹാനായ ഇബ്രാഹിം തന്റെ പ്രിയപ്പെട്ട മകന്റെ കൈകാലുകൾ ബന്ധിച്ചു. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഖിബ്ലയ്ക്ക് അഭിമുഖമായി നിന്നു. ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഇടതുവശം ചരിച്ചു കിടത്തി. ആ സമയത്ത് മകൻ പറയുകയാണ്, പൊന്നുവാപ്പ, അങ്ങന്റെ മുഖത്തിന് നേരെ നിൽക്കരുത്, അങ്ങ് പുറകിൽ നിന്നറുക്കണം. ലോകത്ത് ആദ്യമായി ഒരു ബലിജന്മത്തെ പുറകിൽ നിന്നറുക്കുന്നത് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. മൃഗത്തിന്റെ പുറകിൽ വന്നു. വലതുവശത്ത് ഇസ്മായിലിന്റെ ഉടൽ, ഇടതുവശത്ത് ഇസ്മായിലിന്റെ തല. ഖുർആൻ വ്യക്തമായി പറയുന്നുണ്ട്, ഫലമ്മാ അസ്ലമ വതല്ലഹു ലിൽജബീൻ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പൊന്നുമകന്റെ നെറ്റിയിലേക്ക് ഇടതുകൈ അമർത്തി പിടിച്ചു, ഭൂമിയിലേക്ക് ചേർത്തു വെച്ചു. വലതുകാലെടുത്ത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തോളിൽ ചവിട്ടി അടങ്ങിക്കിടക്കുവാൻ വേണ്ടി. എന്നിട്ട് വലതുകൈ കൊണ്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ ബലിജന്മത്തെ അറുക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഒരൊറ്റ
അശരീരിയായിരുന്നു. വനാദൈനാഹു അയ്യാ ഇബ്രാഹിം ഖദ് സദ്ദഖത الرؤيا إنا كذلك نجزي المحسنين وفديناه بذبح عظيم. ഓ ഇബ്രാഹിം, നീ വിജയിച്ചിരിക്കുന്നു ഇബ്രാഹിം. ഇതാണ് ഇസ്ലാം, ഇതാണ് ഇസ്ലാം, ഇതാണ് അനുസരണ. ഈ അനുസരണയാണ് വേണ്ടത്. ഇത് മാത്രമാണ് ഞാൻ പ്രതീക്ഷിച്ചത്. വഫദൈനാഹു ബിദിബ്ഹിൻ അദീം. അല്ലാഹു ആകാശത്തു നിന്നും സ്വർഗ്ഗലോകത്തു നിന്നും ഒരാടിനെ ഇറക്കി കൊടുത്തു. അതിനെ അറുക്കാൻ പറഞ്ഞു. മഹാനായ ജിബ്രീലിന്റെ സാന്നിധ്യത്തിൽ, മഹാനായ ഇസ്മായിലിന്റെ സാന്നിധ്യത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ ആടിനെ അറുത്തു. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3000 കൊല്ലങ്ങൾക്ക് ശേഷം മദീനയിലേക്ക് പലായനം ചെയ്തു വന്നു. 10 കൊല്ലക്കാലത്തിൽ ഒരു തവണ പോലും മഹാനായ റസൂലുള്ളാഹി തങ്ങൾ ഉദ്ഹിയ ഉപേക്ഷിച്ചിട്ടില്ല. മൃഗത്തെ പിടിച്ച് ഇസ്മായിലിനെ കിടത്തിയതുപോലെ ഇടം ചെരിച്ച് കിടത്തുമായിരുന്നു. ഖിബിലയ്ക്ക് അഭിമുഖമായി നിൽക്കുമായിരുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, അറബിന്റെ മസ്അലകൾ കൂടി ഇതിനിടയിൽ പഠിക്കേണ്ടതുണ്ട്. മൃഗത്തെ ഇടം ചെരിച്ച് കിടത്തുമായിരുന്നു. എന്നിട്ട് തങ്ങളുടെ അനുഗ്രഹീതമായ ഇടതുകൈ മൃഗത്തിന്റെ തലയിൽ അമർത്തി പിടിക്കുമായിരുന്നു. റസൂലുള്ളാഹി തങ്ങൾ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാൻ, തങ്ങളുടെ വലതുകാലെടുത്ത് മൃഗത്തിന്റെ മേലെ ചവിട്ടി പിടിക്കുമായിരുന്നു. എന്നിട്ട് വലതുകൈ കൊണ്ട് മൂർച്ചയേറിയ കത്തി കൊണ്ട് അറുക്കുമായിരുന്നു. സഹാബത്ത് വന്നിട്ട് ചോദിച്ചു, മാ ഹാദിഹിൽ അദാഹി യാ റസൂലല്ലാഹ്, എന്താണ് ഈ അറവിന്റെ ഉദ്ദേശം? പറഞ്ഞു, മില്ലത അബീകും ഇബ്രാഹിം, ഇത് ഇബ്രാഹിമിന്റെ മില്ലത്താണ്, അറുത്തു കൊടുക്കൂ. ഓരോ രോമത്തിനും പകരമായി ഓരോ നന്മ എഴുതപ്പെടും. മൃഗത്തിന്റെ ഓരോ രോമത്തിനും പകരമായി ഓരോ തിന്മ മായ്ക്കപ്പെടും. ആഖിറത്തിൽ ഓരോ സ്ഥാനം ഉയർത്തപ്പെടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നല്ല രീതിയിൽ അറവ് പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ ബലിപെരുന്നാൾ സുദിനത്തെ മുഴുവൻ അമലുകളെയും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, 2 അമലുകളാണ് ബലിപെരുന്നാൾ സുദിനത്തിലുള്ളത്. ഒന്ന്, ഫസല്ലി ലിറബ്ബിക, നിന്റെ റബ്ബിനു വേണ്ടി നമസ്കരിക്കുക, പെരുന്നാൾ നമസ്കാരം നിർവഹിക്കുക. വൻഹർ, അതിന്റെ ഉടനെ തന്നെ അല്ലാഹു ചേർത്ത് പറഞ്ഞു, ബലിയറുക്കുക. ഈ 2 കർമ്മങ്ങളാണ് ബലിദിനത്തെ അനുഷ്ഠാനം കൊണ്ട് അലങ്കരിക്കുന്നത്. ഈ 2 കർമ്മങ്ങളിലൂടെയാണ്. ഇപ്പോൾ നാം ബലിപെരുന്നാൾ നമസ്കാരത്തിലേക്ക് കടക്കുകയാണ്. ബഹുമാന്യ മുഅ്മിനീങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് സഫുകൾ ശരിയാക്കി. താഴെ സ്ഥലം നിറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയുടെ മുകളിൽ മാഷാ അല്ലാഹ് വിശാലമായ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സഹോദരങ്ങൾ പള്ളിയുടെ മുകളിലേക്കും കടന്നു ചെല്ലാവുന്നതാണ്. ബലിപെരുന്നാൾ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യമായി നിയ്യത്ത് ചെയ്യണം. ബലിപെരുന്നാളിൻ്റെ വാജിബായ 2 റക്അത്ത് നമസ്കാരം അധികരിച്ച 6 തക്ബീറുകളോടുകൂടി ഈ ഇമാമിനെ പിന്തുടർന്ന് നമസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യാം. ബലിപെരുന്നാളിന്റെ വാജിബായ 2 റക്അത്ത് നമസ്കാരം അധികരിച്ച 6 തക്ബീറുകളോടുകൂടി ഈ ഇമാമിനെ തുടർന്ന് നമസ്കരിക്കുന്നു. ईद-उल अज़हा की वाजिब 2 रकात मजीद 6 तकबीर के साथ इस इमाम के पीछे पढ़ रहा हूँ എന്ന് നിയത്ത് ചെയ്ത് നമസ്കാരത്തിലേക്ക് പ്രവേശിക്കണം. തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി സനാ ചൊല്ലിക്കഴിഞ്ഞാൽ, തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി കൈകെട്ടി സനാ ചൊല്ലിക്കഴിഞ്ഞാൽ അധികരിച്ച 3 തക്ബീറുകൾ ചൊല്ലും. അതിൽ ആദ്യത്തെ 2 തക്ബീറുകൾ ചൊല്ലുമ്പോൾ കൈകൾ ഉയർത്തി താഴ്ത്തിയിടണം. 3ാമത്തെ തക്ബീറിനോടൊപ്പം കൈകെട്ടണം. ശേഷം ഇമാമ് ഫാത്തിഹ സൂറത്തുകൾ ഓതി റക്അത്ത് പൂർത്തീകരിച്ച് 2ാമത്തെ റക്അത്തിലേക്ക് വന്ന് ഫാത്തിഹ സൂറത്തുകൾക്ക് ശേഷം അധികരിച്ച 3 തക്ബീറുകൾ ചൊല്ലും. ഓരോ തക്ബീറിലും കൈകൾ ഉയർത്തി താഴ്ത്തിയിടും. 4ാമത്തെ തക്ബീർ ചൊല്ലുമ്പോൾ റുക്കൂഇലേക്ക് പോകും. ശേഷം സാധാരണ പോലെ നമസ്കാരം പൂർത്തീകരിക്കും. നമസ്കാരത്തിന് ശേഷം വളരെ പ്രധാനപ്പെട്ട 2 ഖുതുബകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഴുവൻ സഹാബാക്കളും ആ ഖുതുബ കാതോർത്ത് കേൾക്കുമായിരുന്നു. 2 ഖുതുബകൾ. ആ ഖുതുബയിൽ ഉദ്ഹിയ്യത്തിന്റെ വിധികളും അതിന്റെ മഹത്വങ്ങളും വിവരിച്ചുകൊണ്ട് ഇമാം ഖുതുബ നടത്തും. അതിനുശേഷം ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് പരസ്പരം സ്നേഹങ്ങൾ പങ്കുവെച്ച് പിരിയാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ സൽക്കർമ്മങ്ങളെ മുഴുവൻ സ്വീകരിക്കുമാറാകട്ടെ.